സുഗമോദേവി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളുടെ ഗൗരി ആണെങ്കിൽ മാർക്കറ്റിൽ പോയി വന്നതും ഭാർഗവിയോട് പറയുന്നുണ്ട്, അമ്മ ഇന്ന് ഞാൻ മാർക്കറ്റിൽ പോയപ്പം കുറച്ച് സംസാരം കേട്ടു. ആ അരുന്ധതി മേഡത്തിൻ്റെ മകനില്ലേ ഋഷിയെ കാണാനില്ലാന്ന്, ഇനി അയാൾക്ക് എന്തെങ്കിലും ആപത്ത് സംഭവിച്ചു കാണുമെന്ന് ചോദിക്കുമ്പം ഭാർഗവി പറയുന്നുണ്ട്, ഇനിയിപ്പോൾ അതിൻ്റെ സംശയവും ചന്ദ്രോത്തുള്ളവരുടെ നേരെയായിരിക്കും. കാരണം ഋഷി പ്രഭകുഞ്ഞിനെയും എല്ലാവരെയും ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ടല്ലോ. ഇനിയിപ്പോൾ അങ്ങനെയെങ്കിലും സംഭവിക്കുമോ അമ്മയെന്ന് ചോദിക്കുമ്പം ഭാർഗവി പറയുന്നുണ്ട്, അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അവളുടെ അടുത്തേക്ക് ചെല്ലും, ആ അരുന്ധതിയുടെ. അവളെ ഞാൻ വെറുതെ വിടാനൊന്നും പോകുന്നില്ല. ആ സമയത്ത് ഗൗരി പറയുന്നുണ്ട്, അമ്മ എന്തായാലും ആവശ്യമില്ലാതെ പ്രശ്നങ്ങൾക്കൊന്നും പോകണ്ട, ഇതിപ്പോൾ എൻ്റെ ഒരു സംശയം മാത്രമാണെന്ന് പറയുമ്പം ഭാർഗവി പറയുന്നുണ്ട്, എന്തെങ്കിലും സംശയം ഉണ്ടായാൽ അത് അപ്പം തീർത്ത് വിടണം, അല്ലെങ്കിൽ അത് വലിയ പ്രശ്നമാകുമെന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ പ്രഭാവതിനെയാണ്. പ്രഭാവതി ദേവിയോട് ചോദിക്കുന്നുണ്ട്, എന്താ മോളെ ഋഷിയുടെ മിസ്സിങ് കേസ് എന്തായി, അതിലെന്തെങ്കിലും സത്യം ഉണ്ടോ എന്ന് ചോദിക്കുമ്പം അമ്മേ ഞാനിപ്പോൾ DYSPക്ക് വിളിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞത് അന്വേഷണം ഊർജിതമായി തന്നെ നടക്കുന്നുണ്ടെന്ന്, അപ്പോൾ ഉള്ള പുരോഗതി എന്നെ അറിയിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന്. ആ സമയത്ത് പ്രഭാവതി ചോദിക്കുന്നുണ്ട്, മോളെ അത് നമുക്ക് തന്നെ അവസാനം വിനയാവോ? കാരണം ഋഷിയെ കാണാനില്ല എന്ന് പറയുമ്പം ആദ്യം തന്നെ പോലീസും ആളുകളും സംശയിക്കുന്നത് നമ്മളെ ആയിരിക്കും. നമ്മളും ഋഷിയായിട്ടുമല്ലേ പ്രശ്നങ്ങൾ ഉണ്ടായേക്കണത്, അതിനി നമുക്ക് തന്നെ പ്രശ്നമാവുമോ എന്ന് ചോദിക്കുമ്പം അതെങ്ങനെയാണ് അമ്മ അങ്ങനെ പ്രശ്നമാവണത്? അതിന് നമ്മൾ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ, ഋഷിയുടെ മിസ്സിങ്ങുമായിട്ട് നമുക്ക് യാതൊരു ബന്ധവുമില്ലല്ലോ, പിന്നെ എന്തിനാ? അതുകൊണ്ട് തന്നെയാണ് ഞാൻ DYSPനെ വിളിച്ച് അപ്പോൾ ഉള്ള പുരോഗതി എന്നെ അറിയിക്കണമെന്നും എത്രയും പെട്ടെന്ന് ഋഷിയുടെ മിസ്സിങ്ങിന് പിന്നിലുള്ളവരെ കണ്ടുപിടിക്കണമെന്നും പറഞ്ഞത്. അത് ML എന്നുള്ള നിലയ്ക്ക് എൻ്റെ ഒരു കടമയല്ലേ അമ്മയെന്ന്. ആ സമയത്ത് പ്രഭാവതി പറയുന്നുണ്ട്, അതൊക്കെ ശരിയാണ് മോളെ, എന്നാലും മോളുടെ അധികമായിട്ടുള്ള ഇടപെടൽ നമുക്ക് തന്നെ ദോഷം ചെയ്യുമെന്ന് എനിക്കൊരു പേടിയുണ്ടെന്ന്. ആ സമയത്ത് ദേവിക പറയുന്നുണ്ട്, അങ്ങനെ അമ്മ പേടിക്കൊന്നും വേണ്ട, അതിന് നമ്മളൊരു തെറ്റും ചെയ്യാത്തിടത്തോളം നമുക്ക് സന്തോഷമായിട്ട് തന്നെ നിൽക്കാമല്ലോ, വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ എന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ അരുന്ധതിനെയാണ്. അരുന്ധതിയാണെങ്കിൽ DYSPക്ക് വിളിക്കുമ്പോൾ DYSP ചോദിക്കുന്നുണ്ട്, ഈ ഋഷിക്ക് ആരെങ്കിലും ശത്രുക്കളുണ്ടോ എന്ന് ചോദിക്കുമ്പം അരുന്ധതി പറയുന്നുണ്ട്, അങ്ങനെ പ്രത്യേകിച്ച് ശത്രുക്കളൊന്നുമില്ല. പിന്നെ ഈ അടുത്ത കാലത്ത് സിദ്ധാർത്ഥ ചന്ദ്രോത്തിൻ്റെ ഭാര്യ പ്രഭാവതിയുമായിട്ട് അവനക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതെന്താ മേഡം എന്ന് ചോദിക്കുമ്പം നമ്മളുടെ അരുന്ധതിയാണെങ്കിൽ കഴിഞ്ഞു പോയ എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. ആ സമയത്ത് DYSP ചോദിക്കുന്നുണ്ട്, അതിന് ലീന എന്ന് പറയുന്ന പെൺകുട്ടിയെ ഈ പ്രഭാവതി അല്ലല്ലോ കൊന്നതെന്ന് പറയുമ്പം പ്രഭാവതി കാരണമാണ് ആ കുട്ടി ആത്മഹത്യ ചെയ്തതെന്ന്. ആ സമയത്ത് ഉദ്യോഗസ്ഥൻ ചോദിക്കുന്നുണ്ട്, അതിന് ആ കുട്ടി ആത്മഹത്യ ചെയ്തതിന് എന്തിനാ പ്രഭാവതിയോട് ശത്രുത എന്ന് ചോദിക്കുമ്പം അത് മാത്രമല്ല സാർ, എൻ്റെ മോനെ കാറിടിപ്പിച്ച് പ്രഭാവതി കൊല്ലാനും നോക്കി. അങ്ങനെ ആ ആക്സിഡൻറ്റിൽ ഋഷി ഒരുപാട് നാൾ കോമ സ്റ്റേജിൽ കിടക്കുകയായിരുന്നു. ഇപ്പോൾ അടുത്ത കാലത്താണ് ഋഷി അതിൽ നിന്നെല്ലാം റിക്കവറായി എഴുന്നേറ്റ് നടന്നു തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ പ്രഭാവതിയോട് അവൻ്റെ മനസ്സിൽ നല്ല ദേഷ്യം ഉണ്ടായിരുന്നു. ആ കാരണത്താൽ പ്രഭാവതിയെ 1-2 പ്രാവശ്യം അവൻ തടഞ്ഞു നിർത്തി മോശമായി സംസാരിച്ചിട്ടൊക്കെ ഉണ്ട്. ഇനി അതിൻ്റെ ശത്രുത കൊണ്ട് പ്രഭാവതിയോ പ്രഭാവതിൻ്റെ ഭർത്താവോ മോനോ ആരെങ്കിലും ഋഷിയെ ഉപദ്രവിച്ചതാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. സാറ് ആ വഴിക്ക് ഒന്ന് അന്വേഷിക്കണമെന്ന്. ആ സമയത്ത് അയാൾ പറയുന്നുണ്ട്, എന്തായാലും ഞങ്ങളുടെ അന്വേഷണം തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ, മാഡം സമാധാനമായിട്ടിരിക്കുക, എല്ലാ വഴിക്കും ഞങ്ങൾ അന്വേഷിച്ചോളാം എന്ന് പറയുമ്പം അരുന്ധതി പറയുന്നുണ്ട്, സാറിനോട് ഞാൻ അന്വേഷണം വേണമെന്ന് പറയുന്നത് ഒരു MLAയുടെ വീട്ടിലേക്കാണ്, അതുകൊണ്ട് തന്നെ അതിന് തക്കതായ തടസ്സങ്ങളും ഉണ്ടാവുമെന്ന്. ആ സമയത്ത് അയാൾ പറയുന്നുണ്ട്, ഇല്ല ദേവിക മേഡം എന്നെ വിളിച്ചിട്ട് അന്വേഷണം എത്രയും പെട്ടെന്ന് നടത്തണമെന്നാണ് പറഞ്ഞത്. അതുമാത്രമല്ല ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് ആരാണെങ്കിലും അവരെ വേഗം തന്നെ കണ്ടെത്തണമെന്നും പറഞ്ഞു. അതുകൊണ്ട് തന്നെ അവർക്കിതിൽ പങ്കില്ല എന്ന് എനിക്ക് തോന്നണേന്ന്. ആ സമയത്ത് അരുന്ധതി പറയുന്നുണ്ട്, അതൊക്കെ അവരുടെ അഭിനയമായിരിക്കും, എന്തായാലും എൻ്റെ മോൻ എന്താ സംഭവിച്ചതെന്ന് എനിക്ക് എത്രയും പെട്ടെന്ന് അറിയണമെന്ന്. അങ്ങനെ ആ ഒരു പോലീസുകാരൻ ഫോൺ വെച്ചിട്ട് ഈ ഋഷിയുടെ കൂട്ടുകാരെ കാണാൻ പോകുന്നുണ്ട്. ഋഷിയുടെ കൂട്ടുകാരാണെങ്കിൽ ആ സമയത്ത് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്, ഇനി ആ ഋഷി എവിടെ പോയി കാണുമോ, ഇനി ആ പ്രഭാവതി എങ്ങാനും അവനെ ഉപദ്രവിച്ച് കാണുമെന്ന് ചോദിക്കുമ്പം അതിലൊരുത്തം പറയുന്നുണ്ട്, നീ എന്തൊക്കെയാടാ പറയുന്നത്, അവരൊരു സ്ത്രീയല്ലേ, അവർ ഋഷിയെ എന്ത് ചെയ്യാനാ, അങ്ങനെ എന്തെങ്കിലും ചെയ്യാനാണെങ്കിൽ അവരെ അമ്പലത്തിൽ വെച്ച് അപമാനിച്ച അന്ന് അവർ തിരിച്ചെന്തെങ്കിലും ചെയ്യില്ലായിരുന്നോ? അതുമാത്രമല്ല അവർ നോമിനേഷൻ കൊടുക്കണമെന്ന് അവൻ അവരെ തട്ടിക്കൊണ്ടുപോയി. അതിനുശേഷം അവരുടെ വീട്ടിലും അവൻ അവരെ കൊല ചെയ്യണമെന്ന് വിചാരിച്ച് ചെന്നിട്ടുണ്ടായിരുന്നു. അന്ന് അവനെ എല്ലാവരും ചേർന്ന് പിടിച്ചതോ അന്നൊന്നും അവർ ഋഷിക്കെതിരെ ഒന്നും ചെയ്തില്ലല്ലോ, അതുകൊണ്ട് തന്നെ അവരൊന്നും ചെയ്തിട്ടുണ്ടാവില്ലടാ. ആ സമയത്ത് ഒരുത്തം പറയുന്നുണ്ട്, എന്തായാലും അവരുടെ മകനുണ്ടല്ലോ, അയാൾ ഇനി എന്തെങ്കിലും ചെയ്തതായിരിക്കുമോ, അല്ലെങ്കിൽ പിന്നെ നമ്മളോടെല്ലാം യാത്ര പറഞ്ഞു പോയ ഋഷി ഇതെവിടെ പോയി, ഇനിയിപ്പോൾ അവരെങ്ങാനും കൊന്ന് കുഴിച്ചിട്ടിട്ടുണ്ടാവുമെന്ന്. ആ സമയത്ത് അവന്മാരുടെ കൂട്ടുകാരൻ പറയുന്നുണ്ട്, നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയണേ,
അങ്ങനെയൊന്നും പറയല്ലേ, നമ്മുടെ ഋഷി എവിടെയെങ്കിലും ജീവനോടുകൂടി ഉണ്ടാവും. എന്തായാലും പോലീസ് അന്വേഷണം നടക്കുന്നുണ്ടല്ലോ, എത്രയും പെട്ടെന്ന് നമുക്ക് അവനെ കണ്ടെത്താൻ പറ്റുമെന്ന്. ഇതേ സമയത്ത് പോലീസ് ജീപ്പ് അങ്ങോട്ട് വരുന്നുണ്ട്. പോലീസ് ജീപ്പ് കണ്ടതും ഇവന്മാർക്കാണെങ്കിൽ ആകെ പേടിയാവുന്നുണ്ട്. എന്നിട്ട് ഒരുത്തൻ പറയുന്നുണ്ട്, ദേ വീണ്ടും നമ്മളെ കൊണ്ടുപോകാൻ പോലീസ് വരുന്നുണ്ട്, ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ഋഷിയെ കണ്ടു കിട്ടുന്നത് വരെ നമുക്ക് മനസ്സമാധാനമായിട്ട് ഒരു സ്ഥലത്തും ഇരിക്കാൻ പറ്റില്ലല്ലോ എന്ന്. അങ്ങനെ പോലീസ് വന്നതും ഇവർ എഴുന്നേൽക്കുമ്പോൾ പോലീസുകാരൻ വന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കാനാണ് വന്നതെന്ന്. അങ്ങനെ എന്താ സാറെന്ന് ചോദിക്കുമ്പം ഈ ഋഷിക്കും പ്രഭാവതിക്കും ഇടയിലുള്ള പ്രശ്നം എന്താണെന്ന് ചോദിക്കുമ്പം അവർ എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. പ്രഭാവതിയെ തട്ടിക്കൊണ്ട് പോയതും അതുപോലെ ചന്ദ്രോത്ത് കൊല്ലാൻ കയറിയതൊക്കെ. ആ സമയത്ത് ആ കൂട്ടുകാർ പറയുന്നുണ്ട്, ഞങ്ങൾക്കൊരു സംശയമുണ്ട് സാർ, ഇനിയിപ്പോൾ ആ പ്രഭാവതിയുടെ മകനെങ്ങാനും ആയിരിക്കുമോ ഋഷിയെ കാണാനില്ലാത്തതിൻ്റെ പിന്നിൽ. അവർക്ക് എന്തായാലും ഋഷിയോട് നല്ല ശത്രുതയുണ്ട്. അവൻ്റെ അമ്മയെ അമ്പലത്തിൽ വെച്ച് പരസ്യമായി അപമാനിച്ചവനാ ഋഷി, അതുകൊണ്ട് അതൊന്നും പൊറുക്കാൻ അവർക്ക് സാധിക്കില്ല സാർ. ആ സമയത്ത് ഈ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പറയുന്നുണ്ട്, എന്തായാലും നിങ്ങളും ഞങ്ങളുടെ സംശയനിഴലിൽ തന്നെയാണ്, ചന്ദ്രോത്തുകാരെക്കുറിച്ചും ഞങ്ങൾക്ക് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ ഞങ്ങൾ പോട്ടെ, ആവശ്യം വരുമ്പോൾ വിളിക്കും, അപ്പോൾ എല്ലാവരും സ്റ്റേഷനിലേക്ക് വന്നേക്കണമെന്ന് പറഞ്ഞ് അയാൾ പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് രജനീനെയാണ്. രജനിയാണെങ്കിൽ പത്രത്തിലും ടി വിയിലൊക്കെ ഈ ഋഷിയെ കാണാനില്ല എന്നുള്ള വാർത്ത കേൾക്കുന്നുണ്ട്. ആ വാർത്ത കേട്ടിട്ട് രജനി പറയുന്നുണ്ട്, എന്തായാലും അവനെ ആരെങ്കിലും കൊന്നെങ്കിൽ നന്നായേ ഉള്ളൂ. അവൻ എന്തോരം ദ്രോഹം എൻ്റെ കുടുംബത്തോട് ചെയ്തത്. അമ്മയെ അവൻ പരസ്യമായി അപമാനിച്ചില്ലേ, എന്നിട്ടത് വീഡിയോ പിടിച്ച് എല്ലാവരുടെയും ഫോണിലേക്ക് ഇട്ട് കൊടുത്തു. അമ്മയ്ക്ക് നാണം കേട്ട് പുറത്തിറങ്ങാൻ പാടില്ലാത്ത അവസ്ഥയായി. അങ്ങനെയുള്ള ഒരുത്തനെ ആരെങ്കിലും കൊന്നാലും കുഴപ്പമില്ല എന്ന് പറയുമ്പോൾ ഗിരീഷൻ പറയുന്നുണ്ട്, നീ എന്തൊക്കെ മണ്ടത്തര രജനി പറയണേ. ഋഷിക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ പോലീസും നാട്ടുകാരും സംശയിക്കുന്നത് ചന്ദ്രോത്തുള്ളവരെയായിരിക്കും, നിൻ്റെ അമ്മേനെയും നന്ദനെയൊക്കെ തന്നെയായിരിക്കും. അതുകൊണ്ട് ഋഷിയെ എത്രയും പെട്ടെന്ന് എവിടെന്നെങ്കിലും കണ്ടു കിട്ടണമെന്ന് മാത്രം നീ പ്രാർത്ഥിച്ചാൽ മതി. ആ സമയത്ത് രജനി പറയുന്നുണ്ട്, അതിന് ഋഷിക്ക് എന്തെങ്കിലും സംഭവിക്കണേന് അമ്മേനെയും നന്ദുവിനെയും സംശയിക്കണേ എന്തിനാന്ന് ചോദിക്കുമ്പോൾ, അത് നിനക്കറിയില്ലേ, പ്രഭാവതി മേഡവും ഋഷിയും തമ്മിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടല്ലോ, അതിൻ്റെ പേരിലല്ലേ മേഡത്തെ തട്ടിക്കൊണ്ടു പോയതും അതുപോലെ തന്നെ മേഡത്തെ അമ്പലത്തിൽ വെച്ച് ഋഷി പരസ്യമായി അപമാനിച്ചതും ആ വീഡിയോ ഒക്കെ എല്ലായിടത്തും വൈറലായതുമല്ലേ. ആ വൈരാഗ്യം തീർക്കാൻ വേണ്ടിയിട്ട് ഋഷിയെ ചന്ദ്രോത്തുള്ളവർ കൊന്നതാന്ന് പറഞ്ഞാലും നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് നീ സൂക്ഷിച്ച് സംസാരിക്കുന്നു. അങ്ങനെ ചന്ദ്രോത്തുള്ളവരാരും ഋഷിയെ ഒന്നും ചെയ്തിട്ടില്ല, ഗിരിയുടെ തോന്നലല്ലേ അതൊന്നും പറഞ്ഞുകൊണ്ട് രജനി അങ്ങോട്ട് പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ സിദ്ധാർത്ഥനാണെങ്കിൽ രാവിലെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് പുറത്തൊരു വണ്ടി വരുന്ന സൗണ്ട് കേട്ടതും ഈ നേരത്തെ ആരായിരിക്കും വന്നേക്കണമെന്ന് പറഞ്ഞു സിദ്ധാർത്ഥൻ വേഗം തന്നെ വന്ന് വാതിൽ തുറക്കുന്നുണ്ട്. വാതിൽ തുറന്നതും വീട്ടിലോട്ട് വരുന്നത് ആ ഒരു DYSP ആണ്. അയാളെ കണ്ടതും ആ സാറാണോ, സാറെന്താ ഈ വഴിക്കുന്നു ചോദിക്കുമ്പോൾ, ഒന്നുമില്ല, ഇതിലേ പോയപ്പോൾ ഞാനൊന്ന് വെറുതെ കയറിയതാ, MLA മേഡം ഇല്ല ഇവിടെ എന്ന് ചോദിക്കുമ്പോൾ, മോളിവിടെ ഇല്ല, മോള് പുറത്തേക്ക് പോയേക്കാന്ന് പറഞ്ഞു. ആ സമയത്ത് സിദ്ധാർത്ഥൻ പറയുന്നുണ്ട്, എന്തായാലും ഇവിടം വരെ വന്നതല്ലേ, കയറിയിരിക്കുക, ഒരു ഗ്ലാസ് കാപ്പി കുടിച്ചിട്ട് പോകാമെന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഞാനൊന്ന് കയറിയിട്ടേ പോകണുള്ളൂ, ഞാൻ ഒരു കാര്യം ചോദിക്കാനാണ് വന്നതെന്ന് പറയുന്നു. ആ സമയത്ത് സിദ്ധാർത്ഥൻ ചോദിക്കുന്നുണ്ട്, എന്ത് കാര്യം സാറിന് അറിയണ്ടേന്ന് ചോദിക്കുമ്പോൾ, ഋഷിയെക്കുറിച്ച് സാറിൻ്റെ അഭിപ്രായം എന്നാന്ന് ചോദിക്കുന്നു. ആ സമയം സിദ്ധാർത്ഥൻ ചോദിക്കുന്നുണ്ട്, ഏത് ഋഷിയുടെ കാര്യം ചോദിക്കണേന്ന് ചോദിക്കുമ്പോൾ, അരുന്ധതി മേഡത്തിനെ അറിയില്ലേ, അരുന്ധതി മേഡത്തിൻ്റെ മകൻ ഋഷി, കുറച്ച് ദിവസങ്ങളായിട്ട് ഋഷി മിസ്സിങ് ആണ്. ആ സമയത്ത് സിദ്ധാർത്ഥൻ ചോദിക്കുന്നുണ്ട്, അതിന് സാർ ഇവിടെ വന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിക്കുമ്പം, അല്ല നിങ്ങളും ഋഷിയും തമ്മിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞായിരുന്നു, അതിൻ്റെ സത്യാവസ്ഥ അറിയാൻ വേണ്ടിയിട്ടാണ്. ആ സമയത്ത് സിദ്ധാർത്ഥൻ പറയുന്നുണ്ട്, ഞാനും ഋഷിയായിട്ടൊരു പ്രശ്നം ഉണ്ടായില്ല, പ്രഫയുമായിട്ട് എന്തോ ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു, അതെന്ത് പ്രശ്നമാണെന്ന് ചോദിക്കുമ്പം അതിനെക്കുറിച്ച് എനിക്ക് കൃത്യമായിട്ടൊന്നും അറിയില്ല. അവൻ കോളേജിൽ പ്രഫയുടെ സ്റ്റുഡൻ്റ് ആയിരുന്നു, അങ്ങനെ എന്തോ കാര്യങ്ങളിൽ അവർക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു, ആ ഒരു കാര്യത്തിലുള്ള പ്രശ്നങ്ങളാണെന്ന്. ആ സമയത്ത് ഈ പോലീസുകാരൻ ചോദിക്കുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങളെല്ലാം ചേർന്ന് ഋഷിയെ കൊന്നു കളഞ്ഞതാണെന്ന് ചോദിക്കുമ്പോൾ, സാറേ എന്ത് മണ്ടത്തരം ഈ പറയണേ, ഞങ്ങളെന്തിനാ ഋഷിയെ കൊല്ലണേ, ഋഷിയെ കൊല്ലാൻ മാത്രം വൈരാഗ്യമൊന്നും ഞങ്ങൾക്ക് ആർക്കും അവനോടില്ലാന്ന്. ആ സമയത്ത് DYSP ചോദിക്കുന്നുണ്ട്, ഇവിടെ നിങ്ങളുടെ മകനില്ലേ നന്ദനെ എനിക്കൊന്ന് കാണണമല്ലോ. അങ്ങനെ സിദ്ധാർത്ഥനാണെങ്കിൽ നന്ദനെ വിളിക്കുന്നുണ്ട്. നന്ദൻ ഇറങ്ങി വരുന്ന സമയത്ത് പോലീസിനെ കണ്ടതും നന്ദനാണെങ്കിൽ ആകെ പേടിക്കുന്നുണ്ട്. എന്നിട്ട് നന്ദനോട് സിദ്ധാർത്ഥൻ താഴേക്ക് വരാൻ പറയുമ്പം ഭയന്ന് ഈ നന്ദൻ താഴേക്ക് വരുന്നുണ്ട്. നന്ദൻ്റെ വരവ് കാണുമ്പോൾ തന്നെ ഈ പോലീസുകാരന് എന്തൊക്കെയോ സംശയങ്ങൾ തോന്നുന്നുണ്ട്. എന്നിട്ട് നന്ദൻ അടുത്ത് വന്നതും, എനിക്ക് നന്ദനോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്, വിരോധം ഉണ്ടോ എന്ന് ചോദിക്കുമ്പം, ഇല്ല സാർ എന്താണെങ്കിലും ചോദിച്ചു എന്ന് പറയണം. ആ സമയത്ത് പറയുന്നുണ്ട്, നന്ദന് ഋഷിയെ അറിയുമെന്ന് ചോദിക്കുമ്പം, ഏത് ഋഷിയാണ്, അരുന്ധതി മേഡത്തിൻ്റെ മകനാണെന്ന് ചോദിക്കുമ്പം, അതെ ആ ഋഷി തന്നെ. എനിക്കറിയാം, ആ ഋഷിയും നന്ദനും തമ്മിൽ എന്താ ബന്ധം എന്ന് ചോദിക്കുമ്പോൾ, ഞങ്ങൾ തമ്മിൽ ഒരു ബന്ധവുമില്ല,
പിന്നെ ഋഷിയുമായിട്ട് നന്ദൻ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുമ്പം എന്ത് പ്രശ്നം സാർ, ഞങ്ങൾക്കൊരു പ്രശ്നമില്ല എന്ന് പറയുന്നു. ഈ സമയത്തൊക്കെ നന്ദനാണെങ്കിൽ പേടി കൊണ്ട് വിയർക്കുന്നുണ്ട്. ഈ സമയം പോലീസ് ചോദിക്കുന്നുണ്ട്, നന്ദൻ എന്താ ഇങ്ങനെ കിടന്ന് വിയർക്കണേന്ന് ചോദിക്കുമ്പോൾ അതൊന്നുമില്ല സാർ, ഞാൻ ചൂടുകൊണ്ട് വിയർത്തതാന്ന് പറയുന്നു. ആ സമയത്ത് ആ പോലീസുകാരൻ പറയുന്നുണ്ട്, എനിക്കൊന്നും ചൂടെടുക്കണില്ലല്ലോ, പിന്നെന്താ നന്ദന് മാത്രമായിട്ട് ചൂടെടുക്കണേന്ന്. ആ സമയം നമ്മളുടെ നന്ദന് മനസ്സിലാവുന്നുണ്ട് ശരിക്കും നന്ദൻ്റെ ഈ വെപ്രാളം കൊണ്ട് പോലീസിന് എന്നെ സംശയം തോന്നുന്നു. ആ സമയത്ത് ആ പോലീസുകാരൻ പറയുന്നുണ്ട്, എനിക്ക് നന്ദനോട് കുറച്ച് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാനുണ്ട്, അതിനുവേണ്ടി നന്ദന് നാളെ എൻ്റെ ഓഫീസ് വരെ ഒന്ന് വരാമോ. ആ സമയത്ത് നന്ദനാണെങ്കിൽ വേറെ എന്ത് പറയണമെന്ന് അറിയാതെ ഞാൻ വരാം സാറെന്ന് പറയുന്നുണ്ട്. ഈ സമയമൊക്കെ നന്ദൻ്റെ മുഖത്തൊക്കെ ഭയങ്കര പേടിയുണ്ട്. അതെല്ലാം ആ പോലീസ് ഉദ്യോഗസ്ഥൻ നോട്ട് ചെയ്യുന്നുണ്ട്. ഇതൊന്നും നന്ദന് മനസ്സിലാവണില്ല. ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.